ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കേരളം ധനകാര്യ കേന്ദ്രമായ കഥയാണ്. ചെട്ടിമാർ ഹുണ്ടി കടൽ വ്യാപാരം. കേരളം ധനകാര്യ കേന്ദ്രമായ കഥ. കടൽ തുറന്ന നാട്. കേരളം ഒരു സാധാരണ നാടായിരുന്നില്ല. പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം. ഈ ഭൂമിയിൽ കുരുമുളക്, ഇഞ്ചി, ഏലം, കറുവപ്പട്ട, ലോകം നേടിയ സമ്പത്ത്. റോമാക്കാർ മുതൽ ചൈനക്കാർ വരെ, അറബികൾ മുതൽ യഹൂദർ വരെ എല്ലാവരും കേരളത്തിലേക്ക് വന്നു. കൃഷിയിൽ നിന്ന് കച്ചവടത്തിലേക്ക്. ജന്മിമാരുടെ പിടിയിൽ കർഷകർ കുടുങ്ങിയപ്പോൾ ഒരു പുതിയ മാർഗം ഉയർന്നു. വ്യാപാരികൾ. അവർ ഒരു പുതിയൊരു വർഗം തന്നെയായിരുന്നു. അവർ കൃഷി ആശ്രയിച്ചില്ല, കടലും കപ്പലും ആശ്രയിച്ചു. ഇവിടെ നിന്നാണ് പണം സഞ്ചരിക്കാൻ തുടങ്ങിയത്. ചെട്ടിമാർ, പഴയകാല ബാങ്കർമാർ. കേരളത്തിൽ ചെട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ഒരു ഭാവം ഉണ്ടായിരുന്നു. ചെട്ടിമാർ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ധനകാര്യ വിദഗ്ധർ, കണക്കിൽ അസാധാരണ കഴിവുള്ളവർ, വിശ്വാസത്തിൻ്റെ വിലയറിയുന്നവർ. അവർ പണം സൂക്ഷിച്ചു, വായ്പ നൽകി, വ്യാപാരം ഫിനാൻസ് ചെയ്തു. ക്ഷേത്രത്തിന് പുറത്തുള്ള ആദ്യ പ്രൊഫഷണൽ ബാങ്കിങ്. ഹുണ്ടി, പേപ്പർ ഇല്ലാത്ത ചെക്ക്. ഇതാണ് ഈ വിഭാഗത്തിൻ്റെ ഹൃദയം. ഒരു വ്യാപാരി കൊച്ചിയിൽ പണം കൊടുക്കുന്നു, അവന് മദ്രാസിൽ പണം വേണം. ചെട്ടി പറയുന്നു, ഇത് കൊണ്ടുപോ, ഒരു ചെറിയ താളിയോല അല്ലെങ്കിൽ കാഗിതം. ഹുണ്ടി. മദ്രാസിൽ മറ്റൊരു ചെട്ടി ആ ഹുണ്ടി സ്വീകരിച്ചു, പണം കൊടുത്തു. ഇടയിൽ ഒരു നാണയം പോലും യാത്ര ചെയ്തില്ല. ഇന്നത്തെ ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ഇതിൻ്റെ പുത്രന്മാരാണ്. കടൽ വ്യാപാരത്തിൻ്റെ സുരക്ഷ. കടലിൽ കൊള്ളക്കാർ, കപ്പൽ മുങ്ങൽ, രാജ്യങ്ങൾ മാറുന്ന നിയമങ്ങൾ. പണം കൊണ്ടുപോയാൽ നഷ്ടം ഉറപ്പ്, ഹുണ്ടി കൊണ്ടുപോയാൽ നഷ്ടമില്ല. അതിനാൽ അറബ് വ്യാപാരികൾ, ചൈനീസ് കച്ചവടക്കാർ എല്ലാവരും ഈ സംവിധാനത്തിൽ വിശ്വസിച്ചു. കേരളം, ഏഷ്യയുടെ ഫൈനാൻഷ്യൽ ജംഗ്ഷൻ. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. ഇവ തുറമുഖങ്ങൾ മാത്രം അല്ല, ധനകാര്യ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഒരു കപ്പലിൽ കുരുമുളക് കയറ്റി, പകരം സ്വർണം, വെള്ളി, നാണയങ്ങൾ. ഈ പണം ക്ഷേത്രത്തിലേക്കും ചെട്ടിമാരുടെ ഗോഡൌണിലേക്കും വീണ്ടും വായ്പയായി ഗ്രാമത്തിലേക്കും. മണി സർക്കുലേഷൻ കേരളത്തിൽ ശക്തമായി. കണക്കും വിശ്വാസവും. ചെട്ടിമാരുടെ ശക്തി ആയുധമല്ല, സൈന്യമല്ല, കണക്കും വിശ്വാസവും. ഒരു ചെട്ടിയുടെ വാക്ക്, പണം കിട്ടും, അത് എഴുത്തിനേക്കാൾ ശക്തം, മുദ്രയേക്കാൾ വിശ്വസനീയം. റെപ്യൂട്ടേഷൻ ഈക്വൽ ടു ക്യാപിറ്റൽ. പുതിയ അസമത്വങ്ങൾ. എന്നാൽ എല്ലാം സ്വർണമായിരുന്നില്ല. ചെട്ടിമാർ പലിശ ഈടാക്കി, ചിലപ്പോൾ ജന്മിമാരെ പോലെ തന്നെ ക്രൂരർ. വ്യാപാരം വളർന്നു, പക്ഷേ ഗ്രാമീണ ദാരിദ്ര്യം തുടരുന്നു. ബാങ്കിങ് വളർന്നെങ്കിലും സമത്വം വന്നില്ല. ജന്മിമാരും വ്യാപാരികളും. ഇവിടെ ഒരു സംഘർഷം ഉണ്ടായി. ജന്മിമാർ ഭൂമിയുടെ അധികാരം, വ്യാപാരികൾ പണത്തിൻ്റെ അധികാരം. ഈ രണ്ട് ശക്തികളും ഒരുമിച്ച് ചിലപ്പോൾ എതിരായി. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം ഇവിടെ നിന്ന് മാറി. ക്ഷേത്രം വിശ്വാസത്തിൻ്റെ ബാങ്ക്, ജന്മിയുടെ വീട് ഭയത്തിൻ്റെ ബാങ്ക്, ചെട്ടിമാർ കണക്കിൻ്റെ ബാങ്ക്. ഇവിടെ നിന്നാണ് കേരളം ഗ്രാമമല്ല, ലോക വ്യാപാര ശൃംഖലയിലെ ഒരു കണ്ണിയായത്. ഇനി നമുക്ക് അറബ്, മുസ്ലിം, ജൂത ബാങ്കിങ് സംസ്കാരം നോക്കാം. വിശ്വാസത്തിൽ നിന്നുള്ള ക്രെഡിറ്റ്. കടൽ വഴി എത്തിയ ഒരു പുതിയ ചിന്ത. കേരളത്തിലേക്ക് വന്ന അറബ് കപ്പലുകൾ കുരുമുളകും ഏലവും മാത്രം കൊണ്ടുവന്നില്ല. അവർ കൊണ്ടുവന്നത് ഒരു പുതിയ ജീവിതശൈലി, ഒരു പുതിയ വ്യാപാര സംസ്കാരം, ഒരു പുതിയ ബാങ്കിങ് ചിന്ത. അത് പറഞ്ഞത് ഇങ്ങനെ: പണം രാജാവല്ല, മനുഷ്യത്വം വിശ്വാസവുമാണ്. മുസിരിസ് മുതൽ കോഴിക്കോട് വരെ. പഴയ കാലത്ത് മുസിരിസ്, മുച്ചിരി എന്ന് പറയും. കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, കണ്ണൂർ ഇവിടങ്ങൾ തുറമുഖങ്ങൾ മാത്രം അല്ല, വ്യാപാര ധനകാര്യ കേന്ദ്രങ്ങൾ കൂടിയാണ്. അറബ്, പേർഷ്യൻ, ജൂത വ്യാപാരികൾ മാസങ്ങളോളം കേരളത്തിൽ താമസിച്ചു. നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ചു. വിവാഹബന്ധങ്ങൾ വരെ ഉണ്ടായി. ബാങ്കിങ്ങിന് അടിസ്ഥാനമായത് ദീർഘകാല വിശ്വാസമായിരുന്നു, പലിശയില്ലാത്ത ധനവ്യവസ്ഥ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്.
ഇസ്ലാമിക വ്യാപാരത്തിൽ അമിത പലിശ പാപമാണ്, ചൂഷണം അന്യായമാണ്. അതിനാൽ വായ്പ, പലിശ, വായ്പാ പങ്കാളിത്തം. ഒരു വ്യാപാരി പണം നൽകും, മറ്റൊരാൾ വ്യാപാരം നടത്തും, ലാഭം രണ്ടും പങ്കിടും, രണ്ടും ഏറ്റെടുക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് മോഡൽ. വാക്കും എഴുത്തും കരാറുകളുടെ ഒരു കാലം. ജന്മിമാരുടെ കാലത്ത് വാക്ക് ഭയത്തിന് സമമായിരുന്നു. ഇവിടെ വാക്ക് നിയമത്തിനായിരുന്നു സമം. അറബ് ജൂത വ്യാപാരികൾ കരാറുകൾ എഴുതി, സാക്ഷികൾ വച്ചു, കാലാവധി നിശ്ചയിച്ചു. കേരളത്തിൽ എഴുത്തുപരമായ സാമ്പത്തിക കരാർ വ്യാപാരമാക്കിയത് ഇതോടെയാണ്. ജൂത വ്യാപാരികളുടെ ധനകാര്യ മികവ്. കൊടുങ്ങല്ലൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ ജൂത വ്യാപാരികൾ. അന്താരാഷ്ട്ര ബന്ധങ്ങൾ. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ എല്ലാം ബന്ധിപ്പിച്ച നെറ്റ്വർക്ക്. അവർ ക്രെഡിറ്റ് നൽകി, വിദേശ നാണയങ്ങൾ കൈകാര്യം ചെയ്തു, റിസ്ക് കണക്കാക്കി. ഇന്നത്തെ ഫോറക്സ്, പിന്നെ ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്നിവയുടെ ആദ്യ രൂപമാണിത്. പണം സഞ്ചരിച്ച വഴികൾ. ഒരു ഉദാഹരണം: ഒരു അറബ് വ്യാപാരി കൊച്ചിയിൽ പണം നിക്ഷേപിക്കുന്നു. അവൻ്റെ ബന്ധു ബംഗ്ലാദേശിൽ അതിൻ്റെ മൂല്യം ഉപയോഗിക്കുന്നു. ഇടയിൽ കടൽ, രാജ്യം, ഭാഷ. എന്നാൽ വിശ്വാസ ശൃംഖല തകരുന്നില്ല. ഇതാണ് ഗ്ലോബൽ ക്രെഡിറ്റ് നെറ്റ്വർക്ക്. നാട്ടുകാർക്ക് ലഭിച്ച നേട്ടം. ഈ സംവിധാനം കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും ഒരു പുതിയ വഴി തുറന്നു. ജന്മിയുടെ അടുക്കൽ പോകാതെ വ്യാപാരികളിൽ നിന്ന് സഹായം, ന്യായമായ പങ്കിടൽ. ഇതോടെ ചില ഗ്രാമങ്ങൾ സമ്പന്നമായി, പുതിയ വ്യാപാര കുടുംബങ്ങൾ ഉയർന്നു. പക്ഷേ എല്ലാം സമത്വമായിരുന്നോ? ഇല്ല. പ്രശ്നങ്ങൾ: വിദേശ വ്യാപാരികൾക്ക് മുൻഗണന, നാട്ടുകാരിൽ ചിലർ പിന്നിലായി, ഭാഷയും മതവും തടസ്സമായി. എന്നാൽ ചൂഷണത്തെക്കാൾ നീതിയുള്ള ഒരു സംവിധാനം ആയിരുന്നു കേരളത്തിൻ്റെ ചിന്തയിൽ വന്ന ഒരു മാറ്റം. ഈ കാലഘട്ടത്തിൽ കേരളം പഠിച്ചു: പണം നിയന്ത്രിക്കാം, കടൽ നൈതികമാകാം, ലാഭം പങ്കിടാം, ബാങ്കിങ് മനുഷ്യനെ തകർക്കേണ്ടതല്ല എന്ന് തെളിഞ്ഞു. ക്ഷേത്രം ദൈവം ഗ്യാരണ്ടിയായ ബാങ്ക്, ജന്മി ഭയം ആയ ബാങ്ക്, ചെട്ടിമാർ കണക്കിൻ്റെ ബാങ്ക്, അറബ് ജൂത മുസ്ലിം സംസ്കാരം നൈതികയുടെ ബാങ്ക്. ട്രാവൻകൂർ മുതൽ സഹകരണ ബാങ്കുകൾ വരെ. ഇനി നമുക്ക് ആധുനിക കേരള ബാങ്കിങ്ങിൻ്റെ ജനനം നോക്കാം. പഴയ ലോകം തകർന്നു തുടങ്ങുന്നു. 19-ാം നൂറ്റാണ്ട്. ലോകം മാറുന്നു. കടൽ വ്യാപാരം മാത്രമല്ല, നിയമം, ഭരണകൂടം, രേഖകൾ എല്ലാത്തിനും പ്രാധാന്യം നേടുന്നു. കേരളത്തിലും ജന്മി വ്യവസ്ഥ തളരുന്നു. ക്ഷേത്ര ബാങ്കിങ് നിയന്ത്രണത്തിലേക്ക് വരുന്നു. വ്യാപാര ബാങ്കിങ് കൂടുതൽ സങ്കീർണമാകുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയർന്നു: സമ്പത്ത് ഇനി ആരുടെ കയ്യിൽ? ട്രാവൻകൂർ രാജ്യം, സർക്കാർ ബാങ്കിങ് ചിന്ത. ട്രാവൻകൂർ രാജാക്കന്മാർ ക്ഷേത്രങ്ങളുടെ ശക്തി അറിഞ്ഞവരാണ്. വ്യാപാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്. അവർ തിരിച്ചറിഞ്ഞു: പണം സ്വകാര്യമായി മാത്രം നിയന്ത്രിച്ചാൽ രാജ്യം നിലനിൽക്കില്ല. അങ്ങനെ സർക്കാർ ട്രഷറികൾ, നാണയ വ്യവസ്ഥ, രേഖാപരമായ അക്കൗണ്ടുകൾ. ആദ്യമായി സംസ്ഥാനം തന്നെ ബാങ്കായി മാറുന്നു. കണക്കും രേഖയും, പുതിയ നിയമം. ഇത് വലിയ മാറ്റമായിരുന്നു. ഇനി വാക്ക് മാത്രം മതിയില്ല, എഴുത്ത് വേണം, മുദ്ര വേണം, സാക്ഷികൾ വേണം. കടം രജിസ്റ്റർ ചെയ്തു, പലിശ നിരക്ക് നിശ്ചയിച്ചു, കാലാവധി രേഖപ്പെടുത്തി. ബാങ്കിങ് ഭയത്തിൽ നിന്ന് നിയമത്തിലേക്ക് മാറി. ബ്രിട്ടീഷ് ഭരണകാലം. ബാങ്കിങ് ഒരു സംവിധാനമാകുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ കൊണ്ടുവന്നത് ആധുനിക ബാങ്കിങ് നിയമങ്ങൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇൻഷുറൻസ്, ചെക്ക്, ഓവർഡ്രാഫ്റ്റ്, ഡ്രാഫ്റ്റ്. കേരളത്തിൽ തുറമുഖങ്ങൾ വികസിച്ചു, കച്ചവടം വർദ്ധിച്ചു, പണം കൂടുതൽ സഞ്ചരിച്ചു. എന്നാൽ ഈ ബാങ്കുകൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നത് സത്യം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഒരു ചരിത്ര നിമിഷം. 20-ാം നൂറ്റാണ്ട്. ട്രാവൻകൂർ സർക്കാർ സ്വന്തം ബാങ്ക് ആരംഭിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, SBT. ഇത് രാജാക്കന്മാർക്കായി മാത്രം അല്ല, വ്യാപാരികൾക്കായി മാത്രം അല്ല, സാധാരണ ജനങ്ങൾക്കായി. കർഷകർ, ഔദ്യോഗിക വായ്പ, ന്യായമായ പലിശ. ജന്മിയുടെ അടുക്കൽ പോകാതെ ബാങ്കിലേക്ക് പോകുന്ന കാലം തുടങ്ങി. സഹകരണ പ്രസ്ഥാനം, ജനങ്ങളുടെ ബാങ്ക്.
ഇതാണ് കേരളത്തിൻ്റെ ആത്മാവ്. ഒരു ചിന്ത ഉയർന്നു. പണം കുറച്ച് ആളുകളുടെ കയ്യിൽ വേണ്ട, ജനങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെ കോർപ്പറേറ്റീവ് ബാങ്ക്സ്, സർവീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഗ്രാമങ്ങളിൽ ചെറുകിട നിക്ഷേപങ്ങൾ, ചെറുകിട വായ്പകൾ, കർഷകർക്ക് പിന്തുണ, ബാങ്കിംഗ് ജനാധിപത്യവൽക്കരിച്ചു. ജന്മി വ്യവസ്ഥയുടെ അവസാന ഘട്ടം. സഹകരണ ബാങ്കുകൾ ജന്മയുടെ പിടി തകർത്തു, പലിശക്കാരുടെ ശക്തി കുറച്ചു. ഭൂസുധാര നിയമങ്ങൾ, ഭൂമി കർഷകരുടെ കയ്യിലേക്ക്. കടം ഇനി ചങ്ങലല്ല, ഒരു ഉപകരണം മാത്രമായി. വിദ്യാഭ്യാസവും ബാങ്കിങ്ങും. കേരളത്തിൻ്റെ പ്രത്യേകത വിദ്യാഭ്യാസം, അക്കൗണ്ട് ബോധം. ജനങ്ങൾ പഠിച്ചു പാസ്ബുക്ക് വായിക്കാൻ, പലിശ കണക്കാക്കാൻ, അവകാശങ്ങൾ ചോദിക്കാൻ. ബാങ്കിങ് ഭയപ്പെടുത്തുന്ന ഒന്നല്ല എന്ന ബോധം വന്നു. ബാങ്കുകളിൽ നിന്ന് ഡിജിറ്റിലേക്ക്. ഡിജിറ്റൽ കാലത്ത് കാലം വീണ്ടും മാറി. ATM, ഓൺലൈൻ ബാങ്കിങ്, UPI, മൊബൈൽ ആപ്പുകൾ ക്ഷേത്ര ഭണ്ഡാരത്തിൽ തുടങ്ങി മൊബൈൽ സ്ക്രീനിൽ എത്തി. പക്ഷേ അടിസ്ഥാനം അതേ: വിശ്വാസം, സുരക്ഷ, രേഖ. പഴയ കാലത്തിൻ്റെ നിഴൽ ഇന്നും ഉണ്ടോ? അതെ, ഇന്നും. കടബാധ്യത, സ്വകാര്യ ഫൈനാൻസ്, അമിത പലിശ എല്ലാം പൂർണ്ണമായും മാറിയിട്ടില്ല. അത് ഓർമ്മിപ്പിക്കുന്നു, ബാങ്കിങ് മനുഷ്യന് വേണ്ടി ആകണം, മനുഷ്യൻ ബാങ്കിങ്ങിനായി അല്ല. കേരളത്തിൻ്റെ ബാങ്കിങ് ചരിത്രം ഒരു ലൈനിൽ പറയാം. നെല്ലിൽ തുടങ്ങി ദൈവത്തിലൂടെ, ഭയത്തിലൂടെ, കണക്കിലൂടെ, നൈതികതയിലൂടെ ജനാധിപത്യത്തിലേക്ക്. ഇത് കെട്ടിടങ്ങളുടെ കഥയല്ല, അക്കൗണ്ടുകളുടെ കഥയല്ല, മനുഷ്യരുടെ ജീവിത കഥയാണ്.